ഓം ശാന്തി. ലവ്ഫുൾ മെഡിറ്റേഷൻ. അനാഹത ചക്രയുമായി ബന്ധപ്പെട്ട ഈ ലവ്ഫുൾ മെഡിറ്റേഷൻ ശരീരത്തിലെ ഏത് സിസ്റ്റവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശരീരത്തിലെ ഏത് തത്വവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ സ്കെൽട്ടൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാധിഷ്ഠാന ചക്രയാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ടും റിപ്രൊഡക്ടറി സിസ്റ്റവുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അതേപോലെ മണിപ്പൂരക ചക്രയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അനാഹത ചക്ര കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ ഹൃദയഭാഗം, ആ ഒരു ഭാഗത്തില് അവിടെ നിന്നാണ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ പമ്പ് ചെയ്യുന്നത്. ലങ്സിൽ വരുന്ന ഓക്സിജൻ അത് ശരീരത്തിൽ മുഴുവൻ എത്തിച്ചേർക്കുന്നത്, അതിനെല്ലാം ഈ ഒരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അനാഹത ചക്ര ആക്റ്റീവ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിലെ വായു തത്വം, എയർ എലമെന്റ്, വായു തത്വവുമായിട്ടാണ് അനാഹത ചക്ര ബന്ധപ്പെട്ട് കിടക്കുന്നത്. നോക്കുക, നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ, ആ ഒരു ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗത്തും കൃത്യമായി എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ശരീരം നല്ല ഊർജസ്വലമായിട്ട് വരുന്നത്. ശരീരത്തിന്റെ താപമാനം എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് വരുന്നത്, നോർമൽ ആയിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എയർ എലമെന്റ്, അതായത് നമ്മൾ എപ്പോഴാണോ അനാഹത ചക്രയെ ആക്റ്റീവ് ആക്കുന്നത്, അപ്പോൾ ശരീരത്തിലെ കാർഡിയോവാസ്കുലർ സിസ്റ്റം അതിലേക്ക് വളരെ കൃത്യമായി ഊർജം എത്തിച്ചേരുകയും അത് വളരെ ശക്തമാകുകയും ചെയ്യും. അതേപോലെ എയർ എലമെന്റിന്റെ പ്രവാഹം ശരീരത്തിൽ വളരെ സന്തുലിതമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോ ലവ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അപാൻ വായുമുദ്ര. അപാൻ വായുമുദ്രയുടെ സഹായത്തോടെയും മെഡിറ്റേഷന്റെ സഹായത്തോടെയും കൂടിയാണ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ നമ്മുടെ ശരീരത്തിൽ വളരെ ശക്തമാക്കി നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു വാല്യൂ, സ്നേഹം എന്നുള്ള ആ ഒരു ഉയർന്ന മൂല്യം, പോസിറ്റീവ് എനർജി സദാ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതായത് എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പരമാത്മാവിനെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, ഒപ്പം തന്നെ പരമാത്മാവിന്റെ രചനയായിട്ടുള്ള ഈ മനുഷ്യ സൃഷ്ടിയെ, ലോകത്തെ സ്നേഹിക്കുക. അങ്ങനെ എല്ലാത്തിനോടും പരിധിയില്ലാത്ത സ്നേഹം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ യാതൊരു ബ്ലോക്കുകളും ഇല്ലാതെ, യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ ആ പോസിറ്റീവ് ഊർജം ഒഴുകുകയും നമ്മുടെ ശരീരം വളരെ ആരോഗ്യശാലിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്കിന്ന് ആദ്യം തന്നെ അപാൻ വായുമുദ്രയുടെ അഭ്യാസം ചെയ്യാം. രണ്ട് കൈകളും നമ്മൾ അപാൻ വായുമുദ്രയിൽ പിടിക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നമുക്ക് രണ്ട് കാലുകളുടെയും മുകളിലായി വെക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ സ്നേഹം എന്നുള്ള പോസിറ്റീവ് ഊർജം പച്ച നിറത്തിലുള്ള കിരണങ്ങളായി പ്രാണവായുവിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഫുൾ ബോഡിയിൽ നിറയുന്നതായി ചിന്തിക്കുക, പ്രത്യേകിച്ച് ഹാർട്ട്, ലങ്സ്, ചെസ്റ്റ് ഭാഗത്ത്. ശേഷം എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് ടോക്സിൻസും രോഗാണുക്കളും, ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഊർജമായ വിരോധം, വിദ്വേഷം മുതലായ കാര്യങ്ങൾ, ഇതെല്ലാം കറുത്ത പുകയുടെ രൂപത്തില് ആ ഫുൾ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ട് ചിന്തിക്കും. അപ്പോഴും നമ്മുടെ ഫുൾ ബോഡി പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞ് തിളങ്ങുന്നതായി കാണുക, പച്ച നിറത്തില് തിളങ്ങുന്നതായി കാണുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ,
hold, exhale, hold, inhale, hold, exhale, hold, inhale, hold, exhale, hold. ഓക്കെ, ഈ എക്സസൈസ് നമ്മൾ ദിവസത്തില് ഒരു 5 മുതൽ 10 പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യാം. ശ്വാസം ഹോൾഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ശ്വാസം ഹോൾഡ് ചെയ്ത് നിർത്തുക. പിന്നെ ഓരോ ദിവസവും ഇത് ചെയ്യുന്തോറും, ഡെയിലി ചെയ്യുന്തോറും നമുക്ക് കൂടുതൽ സമയം ശ്വാസത്തെ ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഇതിലൂടെ നമ്മളുടെ ഹൃദയാരോഗ്യവും ശ്വാസകോശത്തിന്റെ ആരോഗ്യവും വളരെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് മെഡിറ്റേഷൻ അഭ്യസിക്കാം. നമ്മൾ അതേ മുദ്രയിൽ തന്നെ ഇരിക്കുക. അപാൻ വായുമുദ്രയിൽ തന്നെ ഇരിക്കുക. ചിന്തിക്കൂ, ഞാൻ ഈ പഞ്ചതത്വങ്ങൾക്കുപരിയായ പഞ്ചതത്വങ്ങൾക്ക് അധീനമല്ലാത്ത ഒരു ഡിവൈൻ എനർജിയാണ്. ദിവ്യമായ പ്രകാശം എന്റെ നെറ്റിത്തടത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈൻ ലൈറ്റ് ആണ് ഞാൻ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സ്പിരിച്വൽ എനർജി സപ്ലൈ ചെയ്യുന്നത് ഞാൻ ആത്മാവാണ്. ഞാൻ ഡയമണ്ട് പോലെ പ്രകാശിക്കുന്നു. ഞാൻ ആത്മാവ് 7 ഗുണങ്ങളുടെ സ്വരൂപമാണ്. ആത്മാവായ ഞാൻ സ്വയത്തെ ചാർജ് ചെയ്യുന്നത് പവർ ഹൗസ് ആയ പരമാത്മാവുമായി, സുപ്രീം പവറുമായി എന്റെ മനസ്സിനെയും ബുദ്ധിയെയും കണക്ട് ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ സ്വയം എന്നെയും എന്റെ ശരീരത്തിലേക്ക് അളവറ്റ ഊർജത്തെയും പ്രദാനം ചെയ്യാൻ പോവുകയാണ്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ ബോഡിയെ ഒരു ട്രാൻസ്പെറന്റ് ബോഡിയായി ദർശിക്കുകയാണ്. ഈ ശരീരത്തിനുള്ളിൽ 7 ഊർജ കേന്ദ്രങ്ങൾ അഥവാ 7 ചക്രാസ് ഞാൻ കാണുന്നു. ഓരോ ഊർജ കേന്ദ്രവും
പ്രത്യേകം ശരീര അവയവങ്ങളിലേക്ക് എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഊർജ കേന്ദ്രങ്ങളിലേക്ക് എനർജി കൊടുക്കുന്നത് ഞാൻ സ്വയം സ്പിരിച്വൽ എനർജിയായ ആത്മാവാണ്. ഇപ്പോൾ എന്റെ ശിരസ്സിൽ നെറുകയുടെ ഭാഗത്തായി 1000 ഇതളുകളോട് കൂടിയ താമര പുഷ്പത്തെ പോലെ സഹസ്രാര ചക്ര പൂർണ്ണമായും വിടർന്നു നിൽക്കുകയാണ്. ഏറ്റവും താഴെയായി മൂലാധാര ചക്ര കൃത്യമായി അടഞ്ഞിരിക്കുന്നു. ഞാൻ സ്വയത്തെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി സുപ്രീം പവറിനെ കാണുകയാണ്. എന്റെ ശിരസ്സിന് മുകളിലായി സുപ്രീം എനർജിയായ തേജസ്വിയായ പരം ജ്യോതിയെ ഞാൻ കാണുന്നു. സുപ്രീം പവറിൽ നിന്ന് ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള ശക്തിയുടെ കിരണങ്ങൾ സഹസ്രാര ചക്രയിലേക്ക് പതിച്ച് ആത്മാവാകുന്ന ചൈതന്യത്തിൽ എത്തി. ആത്മാവിൽ നിന്ന് റൂട്ട് ചക്ര മൂലാധാര ചക്രയിലെത്തുന്നു. മൂലാധാര ചക്ര ചുവന്ന പ്രകാശ കിരണങ്ങളാൽ പൂർണ്ണമായും ചാർജ് ചെയ്യപ്പെടുകയാണ്. ശക്തിയുടെ കിരണങ്ങളാൽ റൂട്ട് ചക്ര അതിവേഗത്തിൽ 4 ഇതളുകളോടുകൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഗമമായി റൂട്ട് ചക്ര ഇപ്പോൾ പ്രവർത്തിക്കുന്നു. റൂട്ട് ചക്രയുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ സ്കെൽട്ടൺ സിസ്റ്റത്തിലേക്ക്, എല്ലുകളിലേക്ക്, മാംസപേശികളിലേക്ക്, പല്ലുകളിലേക്ക്, എല്ലാ ഭാഗത്തും ശക്തിയുടെ കിരണങ്ങൾ ചുവന്ന നിറത്തിൽ സ്വയത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ഞാനിപ്പോൾ സ്ട്രോങ് ബോഡിയുടെ ഉടമയാണ്. ശക്തമായ ബോഡിയാണ് എൻ്റെ. വീണ്ടും സുപ്രീം എനർജി തന്റെ പവർഫുൾ റേസ് ഓറഞ്ച് നിറത്തിലുള്ള പവിത്രതയുടെ കിരണങ്ങൾ എന്നിലേക്ക് പ്രവഹിപ്പിക്കുകയാണ്. സഹസ്രാര ചക്രയിൽ പതിച്ച് ആത്മാവാകുന്ന ചൈതന്യത്തിൽ പവിത്രതയുടെ കിരണങ്ങൾ എത്തുകയാണ്. ഞാൻ ആത്മാ ഈ കിരണങ്ങളെ അനുഭവം ചെയ്തു.
നേരെ സ്വാധിഷ്ഠാന ചക്രയിലേക്ക് എത്തിക്കുകയാണ്. സ്വാധിഷ്ഠാന ചക്ര ഓറഞ്ച് നിറത്തിൽ പൂർണ്ണമായും എനർജി കൊണ്ട് നിറയുകയാണ്. ആറ് ഇതളുകളോടുകൂടി ശക്തമായി പ്രവർത്തിക്കുകയാണ്. എല്ലാ ബ്ലോക്കുകളും ഈ എനർജിയാൽ ഇല്ലാതാകുന്നു. പവിത്രതയുടെ ഊർജം സ്വാധിഷ്ഠാന ചക്ര വഴി എന്റെ ശരീരത്തിലുള്ള ജലതത്വത്തിലേക്ക് എത്തിച്ചിരുന്നു. എന്റെ ബ്ലഡിലേക്ക് മുഴുവൻ പവിത്രതയുടെ പ്രകാശം നിറഞ്ഞ് എല്ലാ ഇംപ്യൂരിറ്റീസിനെയും ഇല്ലാതാക്കുകയാണ്. എന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാവുകയാണ്. ഒപ്പം തന്നെ എന്റെ ശരീരത്തിലെ റീപ്രൊഡക്ടറി സിസ്റ്റവും പവിത്രതയുടെ എനർജി കൊണ്ട് നിറഞ്ഞ് ശക്തമാവുകയാണ്, നിരോഗിയാവുകയാണ്. എന്റെ സ്വാധിഷ്ഠാന ചക്ര ഇപ്പോൾ ഫുൾ ചാർജ്ഡ് ആണ്, വളരെ സുഗമമായി പ്രവർത്തിക്കുന്നു. വീണ്ടും സുപ്രീം എനർജിയിൽ നിന്ന് ഗോൾഡൻ യെല്ലോ റേസ് സഹസ്രാര ചക്രയിലേക്ക് പതിക്കുന്നു. ഈ കിരണങ്ങൾ ആത്മാവിൽ നിറയുകയാണ്. ഞാൻ ആത്മാവ് സന്തോഷത്തിന്റെ, സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നു. ഗോൾഡൻ യെല്ലോ റേസ് ആത്മാവിൽ നിന്ന് ഇപ്പോൾ മണിപ്പൂരക ചക്രയിലെത്തുകയാണ്. മണിപ്പൂരക ചക്ര മഞ്ഞ നിറത്തിൽ ഫുൾ ചാർജ് ആകുന്നു. സുഖത്തിന്റെ ഊർജം കൊണ്ട് നിറഞ്ഞ് 10 ഇതളുകളോടുകൂടി ശക്തമായി പ്രവർത്തിക്കുകയാണ്. മണിപ്പൂരക ചക്ര വഴി ഊർജം എന്റെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് മുഴുവൻ എത്തിച്ചിരുന്നു. സുഖത്തിന്റെ എനർജിയാൽ എന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം മുഴുവൻ ഫുൾ ചാർജ് ആകുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അഗ്നി തത്വം സ്ട്രോങ് ആകുകയാണ്. ഇപ്പോൾ മണിപ്പൂരക ചക്ര യാതൊരു തടസ്സങ്ങളുമില്ലാതെ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം പവറിൽ നിന്ന് സ്നേഹത്തിന്റെ പച്ച നിറത്തിലുള്ള പ്രകാശം സഹസ്രാര ചക്രയിൽ എത്തുകയാണ്. ഈ കിരണങ്ങൾ ആത്മാവാകുന്ന ചൈതന്യത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഞാൻ ആത്മാ സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുകയാണ്. സ്നേഹസാഗരന്റെ സ്നേഹം ഞാൻ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിസ്വാർത്ഥമായ പരിധിയില്ലാത്ത സ്നേഹം. ഞാൻ ആത്മാ സ്നേഹത്തിന്റെ ഈ ഊർജത്തെ അനാഹത ചക്രയിലേക്ക് ഒഴുക്കുകയാണ്. പച്ച നിറത്തിലുള്ള പ്രകാശകിരണങ്ങളായി സ്നേഹത്തിന്റെ ഊർജം അനാഹത ചക്രയിലെത്തുകയാണ്. അനാഹത ചക്ര ചാർജ് ആവുകയാണ്. പച്ച നിറത്തിലുള്ള പ്രകാശത്തിന്റെ ഊർജം കൊണ്ട് അനാഹത ചക്ര നിറയുന്നു. ശക്തമായി പ്രവർത്തിക്കുകയാണ്. 12 ഇതളുകളോട് കൂടി അതിവേഗത്തിൽ കറങ്ങുകയാണ്. അനാഹത ചക്ര വഴി സ്നേഹത്തിന്റെ ഊർജം എൻ്റെ ഹാർട്ടിലേക്കും ലങ്സിലേക്കും ചെസ്റ്റിലേക്കും ബ്ലഡിലേക്കും എല്ലാം നിറയുന്നു. കാർഡിയോവാസ്കുലർ സിസ്റ്റം വളരെ സ്ട്രോങ് ആയി മാറുകയാണ്. സർക്കുലേറ്ററി സിസ്റ്റം വളരെ ശക്തമാവുകയാണ്. വായുതത്വം വളരെയധികം പവർഫുള്ളായി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കൃത്യമായി എത്തിച്ചേരുകയാണ്. അനാഹത ചക്ര സ്നേഹത്തിന്റെ ഊർജത്തെ, പച്ച പ്രകാശത്തെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ്. ഞാൻ പരിധിയില്ലാത്ത സ്നേഹത്തിനുടമയായി എന്റെ ഹൃദയത്തെ കൊണ്ട് ആത്മാർത്ഥമായി സർവരെയും സ്നേഹിക്കുകയാണ്. എന്റെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം, പകയും നിരാശയും വിരോധവും എല്ലാം ഇപ്പോൾ ഭസ്മമായിരിക്കുന്നു. അനാഹത ചക്ര ശക്തമായി പ്രവർത്തിക്കുകയാണ്. വീണ്ടും സുപ്രീം പവറിൽ നിന്ന് എനർജി സഹസ്രാര ചക്ര വഴി ആത്മാവിലെത്തുകയാണ്. ആത്മാവിൽ നിന്ന് എനർജി വിശുദ്ധി ചക്രയിലെത്തുന്നു. വിശുദ്ധി ചക്രയും ഇപ്പോഴും പൂർണ്ണമായും ചാർജ്ഡായി ഊർജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധി ചക്ര വഴി ഊർജം എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നു. എന്റെ വിശുദ്ധി ചക്ര ഇപ്പോൾ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സുപ്രീം എനർജിയിൽ നിന്ന് വരുന്ന സ്പിരിച്വൽ എനർജി സഹസ്രാര ചക്ര വഴി ആജ്ഞാചക്രയിലെത്തുന്നു. ആജ്ഞാചക്രയും ഇപ്പോൾ പൂർണ്ണമായും ചാർജ് ആവുകയാണ്. ശക്തമായി പ്രവർത്തിക്കുന്നു.
ഊർജം ആജ്ഞാചക്ര വഴി ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുകയാണ്. വീണ്ടും സുപ്രീം എനർജി തന്റെ സ്പിരിച്വൽ എനർജിയെ എന്നിലേക്ക് നിറയ്ക്കുകയാണ്. എന്റെ സഹസ്രാര ചക്ര കംപ്ലീറ്റ് ആയി ഓപ്പൺ ആയി ഫുൾ ചാർജ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സഹസ്രാര ചക്ര വഴി ഊർജം എല്ലാ ഭാഗത്തും കൃത്യമായി എത്തിച്ചേരുകയാണ്. ഇപ്പോൾ കാണുന്നു തന്റെ ശരീരത്തിലുള്ള എല്ലാ ഊർജ കേന്ദ്രങ്ങളും ഫുൾ ചാർജായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഊർജം കൃത്യമായ അളവിൽ എത്തിച്ചേരുകയാണ്. എന്റെ ശരീരം ഇപ്പോൾ കംപ്ലീറ്റ് ഹെൽത്തിയാണ്. ഞാൻ പവർഫുൾ ആണ്. ഞാൻ പ്യുവർ ആണ്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ സർവരുടെയും സ്നേഹിയാണ്. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യശാലിയായിട്ടുള്ള ആത്മാവാണ്. ഓം ശാന്തി. ഈ മെഡിറ്റേഷൻ ആൽഫ മെഡിറ്റേഷൻ ടെക്നിക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൽഫ മെഡിറ്റേഷൻ ടെക്നിക്ക് വഴി 24 മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഈ അഭ്യാസം ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആവുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. മുഴുവൻ ദിവസത്തിലും 1.5-2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. കാരണം ഈ ഒരു അഭ്യാസത്തിലൂടെ നമ്മുടെ ശരീരത്തില് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിലും എല്ലാവരും ശ്രദ്ധിക്കുക.